ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം കാത്ത് വിദേശയാത്രയ്ക്കുള്ള വിമാനം പിടിക്കുവാൻ അയാൾ കാറിൽ കുതിക്കുകയായിരുന്നു. എന്നാൽ പാതി വഴിയിൽ വെച്ച് കാറിന്റെ എഞ്ചിൻ നിശ്ചലമായി. സമയം ഓരോ നിമിഷവും കൈവിട്ടുപോയി. മെക്കാനിക്കിനെ കാത്തിരുന്ന ആ മണിക്കൂറുകൾ അയാൾ അസ്വസ്ഥനായി അലറി വിളിച്ചുകൊണ്ടിരുന്നു. തന്റെ വിധിയെയും ദൈവത്തെയും പഴിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വിമാനം പറന്നുപോയെന്നറിഞ്ഞപ്പോൾ ജീവിതം തന്നെ അവസാനിച്ചെന്ന തോന്നലാൽ അയാൾ തളർന്നിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി TV വാർത്ത കണ്ട അയാളുടെ ശരീരം മരവിച്ചുപോയി. താൻ കയറേണ്ടിയിരുന്ന വിമാനം സാങ്കേതിക തകരാറുകൾ മൂലം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നു. യാത്രക്കാർ സുരക്ഷിതരായെങ്കിലും വലിയൊരപകടം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നഷ്ടപ്പെട്ട അവസരങ്ങളോർത്ത് സങ്കടക്കണ്ണീരൊഴുക്കിയ അതേ കണ്ണുകൾ ജീവൻ തിരിച്ചു കിട്ടിയതോർത്ത് ആനന്ദക്കണ്ണീരൊഴുക്കി. നമ്മുടെ താളത്തിനൊത്ത് തുള്ളുന്നതല്ല പ്രപഞ്ചം. ഓരോ തടസ്സങ്ങൾക്ക് മുമ്പിലും കാണാമറയത്ത് ഒരു കാരണമുണ്ടായിരിക്കും. സംഭവിച്ച അഹിതങ്ങളെ ഓർത്ത് തലയിൽ കൈവയ്ക്കുന്നവർ അവ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുമായിരുന്ന അസുലഭ സൗഭാഗ്യങ്ങളെ കാണാതെ പോകുന്നു. പരാതിയുടെ ഭാണ്ഡമിറക്കി വരുന്നതിനെ നന്ദിയോടെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ ക്യാൻവാസിൽ വർണ്ണചിത്രങ്ങൾ കാണുവാൻ കഴിയുകയുള്ളൂ. കൊടുങ്കാറ്റുകൾ വരുന്നത് പലപ്പോഴും നമ്മുടെ പാത മുടക്കുവാനല്ല, വഴി തെളിക്കുവാനാണ്. വിത്ത് വിതച്ച കർഷകൻ മഴയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ കലം ഉണക്കാനിട്ട കുശവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മഴ പെയ്യുന്നത് ആരെയും തോൽപ്പിക്കാനോ വിജയിപ്പിക്കാനോ അല്ല, അത് പ്രകൃതിയുടെ നീതിയാണ്. തുരങ്ക വഴിയിലെ ഇരുട്ട് കണ്ട് പരാതി പറയുന്നവർ ആ തുരങ്കത്തിനപ്പുറം കാത്തിരിക്കുന്ന വെളിച്ചത്തെ കാണാതെ പോകുന്നു. തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അനിഷ്ടകരമായത് സംഭവിക്കുമ്പോൾ അസ്വസ്ഥത തോന്നാം. എന്നാൽ കാലം അതിന്റെ തിരശീല മാറ്റുമ്പോൾ മാത്രമേ ആ നഷ്ടം എത്ര വലിയ ലാഭമായിരുന്നു എന്ന് നാം തിരിച്ചറിയുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്